നമസ്കാരം. പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2025 ഏപ്രിൽ മാസത്തോടെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കാൻ രേഖകൾ സമർപ്പിച്ചിരിക്കണം. അതിന്റെ ഭാഗമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പെൻഷൻ ഗുണഭോക്താവിന്റെ വരുമാന സർട്ടിഫിക്കറ്റ് മറ്റു പ്രധാനപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുന്ന സമയം കൂടിയാണിത്. വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണവും വാർഷിക മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികളും ഈ സാമ്പത്തിക വർഷമാണ് ആരംഭിക്കുക. തീയതികൾ വരും ദിവസങ്ങളിൽ അറിയിക്കും. 1 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പെൻഷൻ വാങ്ങാൻ അർഹത ഇല്ലെന്ന കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ വാർഷിക വരുമാന രേഖ ഹാജരാക്കുന്നത് മൂലം അനർഹരായവരെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനും സർക്കാരിന് സാധിക്കും. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പ ലഭ്യമായ സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യ വിതരണം ആരംഭിക്കുകയാണ്. സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ കുടിശ്ശികയിൽ നിന്ന് ഒരു ഗഡു കൂടി അനുവദിച്ചിരിക്കുകയാണ്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം. ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ 1 മാസത്തേത് കൂടി വിതരണം ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. അടുത്ത മാസത്തെ പെൻഷനോടൊപ്പം ചേർത്താണ് ഈ തുക ലഭിക്കുക. 62 ലക്ഷം കുടുംബങ്ങൾക്ക് 3200 രൂപ വീതം ലഭിക്കും. 1800 കോടി രൂപ ഇതിന് വേണ്ടിവരും. നിലവിൽ 3 മാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയുണ്ട്. ഈ വർഷം തന്നെ നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു. ഇതിൽ നിന്ന് 1 മാസത്തേതാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ തൊഴിലാളി ക്ഷേമനിധികളിൽ ചേർന്ന ലക്ഷക്കണക്കിന് പാവങ്ങളുടെ പെൻഷനും മറ്റും അടങ്ങിയ ആനുകൂല്യങ്ങളും വിതരണം ചെയ്തിട്ട് വേണം മുഖ്യമന്ത്രി മന്ത്രിസഭാ വാർഷികത്തിന്റെ പേരിൽ വികസനം പ്രസംഗിക്കാനെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് ജ്യോതിഷ് കുമാർ പറഞ്ഞു. ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.